ഐ ഗെസ് വെൽക്കം ബാക്ക്. ഡേറ്റ് ഒക്ടോബർ 16. ഇന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കോൾ ഓപ്ഷനിലാണ്. ഞാൻ അത് ട്രേഡ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. റെഗുലർ ക്വാണ്ടിറ്റി ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ തന്നെ ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഗ്യാപ്പ് കുറച്ച് വലുതായി. അത്യാവശ്യം 57,000 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു സ്ട്രക്ചർ വൈസും ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ സ്ട്രക്ചർ കാണുന്ന സമയത്ത് നമുക്ക് ഏകദേശം അറിയാം ഇന്ന് ബയേഴ്സ് ആണ് കൺട്രോളിലുള്ളത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ലെവലിലേക്കാണ് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നു. ആൻഡ് സ്റ്റിൽ ആ ഒരു ബുള്ളിഷ് വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. പിന്നെ വന്ന ആ ഒരു ഫസ്റ്റ് പുൾ ബാക്കിൽ തന്നെയാണ് ഞാനൊരു ട്രേഡ് അവിടെ എടുത്തിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്ക് ഫസ്റ്റ് പുൾ ബാക്കിൽ, കാരണം ബയേഴ്സ് ആണ് കൺട്രോളിലുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ട്രേഡ് എടുത്തത്. പിന്നെ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ തൊട്ട് താഴെ നമുക്ക് 57,000 അവിടെ ഉണ്ട്. അതൊരു അറൗണ്ട് സൈക്കോളജിക്കൽ ലെവലാണ്. സോ മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്. മേ ബി ഒരു തവണ കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാം. ബട്ട് ഞാൻ അതിന് മുൻപേ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് പുൾ ബാക്കിൽ തന്നെ. കാരണം ഓൾറെഡി നല്ലൊരു ഹ്യൂജ് ഡിമാൻഡിലാണ്, നല്ല സ്ട്രോങ് ബൈയിങ് മാർക്കറ്റാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പുൾ ബാക്കിൽ തന്നെ മേ ബി ബയേഴ്സ് അഗ്രസീവ് വന്നിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൂടാതെ എല്ലാവരും ആ ഒരു 57,000 വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അതിന് മുമ്പാണ് കുറച്ച് മുൻപേ ഞാൻ ഒരു എൻട്രി അവിടെ എടുത്തിരുന്നത്. ആൻഡ് ടാർഗറ്റ് നോക്കുവാണെങ്കിൽ മോർണിംഗിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത്ര സമയം ആയിട്ടില്ല. അപ്പോൾ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ തന്നെ ഈ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് തന്നെ ഈസിലി നമുക്ക് ആ ഒരു ടാർഗറ്റ് അവിടെ കിട്ടാവുന്നേ ഉള്ളൂ. ഇൻ കേസ് മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് നടക്കുവാണെങ്കിൽ, ഇനി താഴോട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്തായാലും 57,000 താഴെ വെക്കുള്ളൂ. കാരണം അതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. കാരണം ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ താഴെ ആയിരിക്കും എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ്. അതിന് താഴെ വരുന്ന സമയത്തെ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന എല്ലാവരും അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, റൈറ്റ്? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ ബൈ എൻഡ് എടുത്തിരിക്കുന്ന ആൾക്കാർ അവരൊക്കെ സ്റ്റിൽ ഹോൾഡാണ്. അവരൊരിക്കലും അവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കില്ല. മാർക്കറ്റ് ഇനി ഇതിൻ്റെ താഴോട്ട് വന്നാൽ മാത്രമേ ഓൾറെഡി ബൈ ചെയ്തിരിക്കുന്ന ഓൾഡ് ബയേഴ്സൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴോട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആൻഡ് മാർക്കറ്റ് ഇവിടുന്ന് ബയേഴ്സ് വരുവാണെങ്കിൽ മാർക്കറ്റിനെ വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോകും, ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് അവിടെ കിട്ടും. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് എക്സിറ്റ് പ്ലാൻ ഓൾറെഡി ഉണ്ട്. എവിടെയാണ് ചെയ്തത്, ടാർഗറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതും ലോസ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സോ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. ഇവിടെ നിന്നാണ് എൻട്രി എടുത്തിരുന്നത്. പിന്നെ ആസ് എക്സ്പെക്റ്റഡ് 57,000 ലെവൽ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ പൊസിഷൻ നോക്കുവാണെങ്കിൽ ചെറിയൊരു ലോസ് റണ്ണിങ്ങിലാണ് ഒരു 30-40 പോയിന്റ് അടുത്ത്, ചെറിയ ലോസ് മാത്രം. അപ്പം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റ് അത്ര ഒരു വലിയ മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഈസി ടാർഗറ്റ് കിട്ടിയിരുന്നേനെ. ഇതിൻ്റെ താഴോട്ട് വന്നാൽ മാത്രമേ ഞാൻ ലോസ് ബുക്ക് ചെയ്യാനും പറ്റി ആലോചിക്കുന്നുള്ളൂ. ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് ഒരു പ്രോപ്പർ ബ്രേക്ക് ഡൗൺ വരുവാണെങ്കിൽ മാത്രം. ഓക്കെ, സ്റ്റിൽ ആ ഒരു സേഫ് ആണ്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഓക്കെ, എനിവേ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ 2.5 മണിക്കൂറിലധികമായി വെയിറ്റ് ചെയ്യുന്നു. വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. സ്റ്റിൽ ചെറിയൊരു ലോസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്, 8 പോയിന്റ് സംതിങ്. എൻട്രി എടുത്ത് കഴിഞ്ഞു, 57,000 നടത്തി. പിന്നെ മാർക്കറ്റ് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ഈ ലെവലിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്, മുകളിലോട്ട് പോകുന്നതിന് പകരം. അപ്പോൾ എന്തായാലും സമയം ഏകദേശം ഒരു 11:55 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അധികം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ചെറിയൊരു ലോസ്. നിഫ്റ്റി അത്യാവശ്യം പോസിറ്റീവിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നേരം ഹോൾഡ് ചെയ്തിരുന്നത്, റൈറ്റ്? ഇനി മാർക്കറ്റ് മേ ബി മുകളിലോട്ട് പോകാം. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ആസ് എൻ്റെ ഒരു ട്രേഡിംഗ് സിസ്റ്റം അനുസരിച്ചിട്ട് എനിക്ക് സമയമായിട്ടുണ്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഡൺ. ചെറിയൊരു ലോസ്, നേരിയ ഒരു 9 പോയിന്റ്. അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ. താങ്ക് യു.